എത്ര തുകകളാണ് ആവശ്യപ്പെടുന്നത്? അതൊക്കെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. എല്ലാവരും കൂടി കൈകോർത്ത് പിടിച്ച് അവളെ മോചിപ്പിച്ച് എത്രയും വേഗം രക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിമിഷപ്രിയയുടെ അമ്മ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതായത് കെ ബാബു എന്നാണ് നെന്മാറ MLA പേര്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി നടന്നത്, സേവ് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു ചാരിറ്റി പ്രോഗ്രാം. ഓക്കെ, ശരിക്കും നിമിഷപ്രിയ രക്ഷപ്പെടേണ്ട ഒരാളാണോ? നമ്മൾ മലയാളികൾ അവരെ രക്ഷിക്കണോ? ഈ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരത്തിൽ 50% ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യാതെയാണ് വരുന്നത്. കാരണം ഒരു മനുഷ്യനെ, തലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വെട്ടി 108 കഷ്ണങ്ങളോളമാക്കിയിട്ട് വാട്ടർ ടാങ്കിൽ ഇട്ട് അതേ നാട്ടിൽ തന്നെ വീണ്ടും ജോലി ചെയ്തിട്ട്, അതായത് ആ ഒരു ധൈര്യം കാണിച്ച ഒരു സ്ത്രീയാണ്. അതായത് ഒരു വലിയ ക്രൂര കൃത്യം ചെയ്തിട്ട് പോലും അത് മറച്ചു വെക്കാൻ ശ്രമിച്ച ഒരു സ്ത്രീയെ സഹായിക്കരുത് എന്നാണ് പല ആളുകളും പറയുന്നത്. ഇപ്പോ നമ്മുടെ അബ്ദുൾ റഹ്മാന്റെ കാര്യം അറിയാം. അബ്ദുൾ റഹ്മാന് വേണ്ടി 34 കോടി രൂപ നമ്മൾ സമാഹരിച്ചപ്പോൾ ആ ഒരു സമയത്ത് മലയാളികൾക്ക് 34 കോടി